ആൻഡ് ദിനേശ് ചേട്ടൻ ഒരുപാട് പേർക്ക് അവസരം കൊടുത്തിട്ടുള്ള ഒരാളാണ് ലൈഫിൽ അല്ലേ. അതായത് എനിക്ക് തോന്നുന്നു മലയാളം ഇൻഡസ്ട്രിയിൽ ഒരു കാസ്റ്റിംഗ് അങ്ങനത്തെ ഒക്കെ ഉള്ളൊരു ആ ഒരു ജോലി അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം തന്നെ ഉണ്ടാക്കിയത് ചേട്ടനായിരിക്കും അല്ലേ. ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ മലയാളത്തിൽ ടൈറ്റിൽ വന്നത് മുമ്പ് ഈ പേർക്ക് നടക്കുന്നുണ്ടായിരുന്നു. പുറത്തുണ്ട്, ഞാൻ മറ്റേ മലയാളത്തിലും ചിലപ്പോൾ ഇങ്ങനെ പേര് വെക്കാതെ നടക്കുന്നുണ്ടായിരിക്കും. കാരണം പുതുമുഖങ്ങളെ തേടി കണ്ടുപിടിക്കലാണല്ലോ എപ്പോഴും. അതിപ്പോൾ നമ്മളുടെ ഫാസിൽ സാറായാലും പത്മരാജൻ സാറായാലും അവരൊക്കെ പുതിയ ആളുകളെ കൊണ്ടുവന്ന് പരീക്ഷിച്ചുള്ളതാണ്. അപ്പം നമ്മളിത് വിനീത് ശ്രീനിവാസനാണ് എന്നോടിത് ചോദിക്കുന്നത്. ചോദിക്കാൻ കാരണം ഞാൻ ഈ ആഡ് ഫിലിംസിന് വേണ്ടിയിട്ട് ധാരാളം ആളുകളെ ഇതുപോലെ കാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചോദിച്ചാണ് സിനിമയ്ക്ക് വേണ്ടി ചെയ്യാമെന്ന്. അപ്പോൾ ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് ചെയ്തതാണ് തിര എന്ന് പറയുന്ന ഒരു മൂവി. അപ്പോൾ അതിനുശേഷം പിന്നെ 2-3 സിനിമ വിനീതിൻ്റെ തന്നെ ജേക്കബിൻ്റെ സ്വർഗരാജ് അതൊക്കെ ചെയ്തു. പിന്നെ ഞാൻ ഇപ്പോൾ കുറച്ച് ഈ അഭിനയത്തിലൊക്കെ കുറച്ച് തിരക്കായി കഴിഞ്ഞപ്പോൾ കാസ്റ്റിംഗ് ഞാൻ തൽക്കാലം വിട പറഞ്ഞിരിക്കുകയാണ്. കാരണം വെച്ചാൽ അത് കുറച്ച് സമയം വേണ്ട, കുറച്ച് ഡെഡിക്കേഷൻ വേണ്ടാണ്. ചെയ്തിരുന്ന പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആളുകളെ വിളിച്ചുകൊണ്ട് വരിക. എപ്പോഴും ഫോട്ടോസ് ഒക്കെ പാക്കറ്റിൽ ഡയറിയിലൊക്കെ ഫോട്ടോസ് ഉണ്ടാവും, ഡയറിയിലൊക്കെ എടുത്ത് കാണിക്കും. സ്വന്തമായിട്ട് എപ്പോഴാണ് ഡയറക്ഷനിലേക്കുള്ള ഒരു പ്ലാൻ? ഫിലിം ഡയറക്ടർ ആവുക എന്നുള്ളതല്ല മെയിൻ ആംബിഷൻ. ആക്ടിങ് തന്നെയാണ് എപ്പോഴും മെയിൻ പാഷൻ. അപ്പോൾ എപ്പോഴെങ്കിലും അതിന് ഈ പറഞ്ഞ ഒഴിവ് സമയം കിട്ടുകയോ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്ന അല്ലെങ്കിൽ എന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുക തൃപ്തിപ്പെടുന്ന അങ്ങനത്തെ ഒരു കഥ വല്ലതും വന്നാൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. സൂപ്പർ. ചേച്ചിയുടെ വേറെ ലാംഗ്വേജ് അത് തമിഴ് ചെയ്തിട്ടുണ്ടാവും, മലയാളം തമിഴ് ചെയ്തിട്ടില്ല? തമിഴ് മാത്രം. തമിഴ്, തെലുങ്ക്, ഹിന്ദി ഒന്നും ചെയ്തിട്ടില്ല. സോ അങ്ങനെ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ ചേച്ചി അതിന് എങ്ങനെയായിരിക്കും? അതായത് ഡബ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും ഈ ലാംഗ്വേജ് പ്രശ്നങ്ങളൊക്കെ? പറ്റൂല എന്ന് പറയും. വെരി സിമ്പിൾ. അതെന്തുകൊണ്ടാണ് ലാംഗ്വേജ് പഠിക്കാൻ ചേച്ചിക്ക് പറ്റില്ല എന്ന് സ്വയം ഒരു തോന്നലുള്ളത് കൊണ്ടാണോ? അതെയോ നമുക്ക് വെറുതെ പോയി അങ്ങോട്ട് നമ്മൾ പഠിച്ച് പറഞ്ഞിട്ട് കാര്യം, നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാക്കണം, നമ്മളത് ഉൾക്കൊണ്ട് ചെയ്യണം. പിന്നെ നമ്മൾ ചെയ്യുന്ന അത് ജോലി പെർഫെക്റ്റ് ആയിരിക്കണം. അത് ഒരാളെ കൊണ്ട് അത് കുറ്റം പറയും. ഇതിപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം ഞാൻ ഒരുപാട് തമിഴ് സിനിമകൾ ഡബ് ചെയ്തിട്ടുണ്ട്. 85 തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം പിന്നെ ഞാൻ തമിഴ് ഡബ് ചെയ്തിട്ടില്ല. കാരണം അവർക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ കൊണ്ടുപോകുന്ന അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ തമിഴ് ചെയ്യാതെ കേരളം തന്നെ മലയാളം കേരളം ഒക്കെ ആയിട്ട് അങ്ങനെ എൻ്റെ തമിഴ് ടച്ച് വിട്ടു. പിന്നീട് ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്ന സിനിമ തമിഴിൽ ചെയ്തപ്പോൾ അതിൻ്റെ ഡയറക്ടർ എന്നെ വിളിച്ചിരുന്നു. അപ്പം ഞാൻ ഫോണിൽ അദ്ദേഹത്തിനോട് പറഞ്ഞു, എൻ്റെ തമിഴ് ഇപ്പോൾ പെർഫെക്റ്റ് അല്ല, ഞാൻ തമിഴ് പറയുമ്പോൾ ഞാൻ ഒരു മലയാളിയാണ് തമിഴ് പറയണമെന്ന് നന്നായിട്ട് മനസ്സിലാവും, അത് വേണ്ട, അതുകൊണ്ട് നിങ്ങൾ വേറെ ആരെങ്കിലും വെച്ച് ചെയ്തോളൂ എന്ന് ഞാൻ തന്നെ ഒഴിഞ്ഞു മാറിച്ചതാണ്. പുതിയതായിട്ട് ഏതെങ്കിലും ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ട് വരുന്ന ആൾക്കാരോട് ചേച്ചിക്ക് എന്തെങ്കിലും ഒരു അഡ്വൈസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടിപ്പായിട്ട് പറയാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അതായത് ഡബിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യം? ഇപ്പോഴത്തെ ഡബിങ് അങ്ങനെ വരുന്നവർക്കൊന്നും വേണ്ടി വരുന്നില്ല. അവരൊക്കെ എല്ലാം നന്നായി പഠിച്ചിട്ട് തന്നെയാണ് വരുന്നത്. ചിലപ്പോൾ എനിക്ക് തോന്നും അവരിൽ നിന്ന് എനിക്കെന്തെങ്കിലും പഠിക്കണം എന്ന് തോന്നിയിട്ടുണ്ട്. ഭയങ്കര ബ്രില്യൻ്റ് ആണ് ഇപ്പോൾ ഡബ് ചെയ്യുന്ന. സത്യമാണ്. കാരണം നമ്മൾ പണ്ട് ഡബ് ചെയ്യുമ്പോൾ പേടിയോടുകൂടിയാണ് പോയിക്കൊണ്ടിരുന്നത്. അവിടെ പോകുമ്പോൾ നമുക്ക് ഈ പറയുന്ന കഥാപാത്രം നമ്മൾ ചെയ്താൽ ശരിയാവുമോ, ശബ്ദം മാച്ചോ, വർക്കൗട്ട്. ഇപ്പം അങ്ങനെ പേടിയൊന്നുമില്ല, വളരെ കൂളായിട്ട് വന്നിട്ട്. ഇപ്പം എന്താണെന്ന് വെച്ചാൽ പണ്ടത്തെ മാതിരി പറഞ്ഞു തരുന്നത് അതുപോലെ പറയുക എന്നുള്ളതല്ല. ഇപ്പോൾ ഒരു കാഷ്വലാണ്, വളരെ കാഷ്വലായിട്ടാണ് എല്ലാവരും. സിനിമയിൽ തന്നെ ഒരു മാറ്റം വന്നല്ലോ, ഡയലോഗ്സ് എല്ലാം കാഷ്വൽ ആയല്ലോ. അതല്ല, പിന്നെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സൗണ്ട് തിയേറ്ററിൽ വ്യക്തമായിട്ട് കേൾക്കണം എന്ന്. അവർ തമ്മിൽ വഴക്കാണ് കൂടുന്നത്, അതിനിപ്പോ ക്ലാരിറ്റി ഉണ്ടാവണം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പത്തെ ആ ഒരു ട്രെൻഡിൽ ഒരു ടിപ്പ് ആവശ്യമില്ല, എല്ലാവരും ഭയങ്കര നന്നായിട്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. എല്ലാ മാറ്റങ്ങളുടെയും കൂടെ നമ്മൾ എപ്പോഴും കട്ടയ്ക്ക് കൂടെ മാറ്റങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തൊക്കെ സംഭവിക്കുന്ന ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ എന്ന് പറഞ്ഞാൽ കൂടുതലും ഇപ്പോൾ എല്ലാ ഫിലിംസും 90% ഫിലിംസും സിംഗ് സൗണ്ട് ആണ്. ഡബിങ് വേണ്ടി വരുന്നില്ല, ഡബിങ് ആർട്ടിസ്റ്റുകളെ വിളിക്കേണ്ടി വരുന്നില്ല. നമ്മുടെ ഇവിടെ അങ്ങനെ ആയിട്ടില്ല എപ്പോഴും. എന്ന് വെച്ചാൽ ആയിട്ടില്ല. കാരണം വെച്ചാൽ ഈ പുറത്തുനിന്ന് വരുന്ന ആർട്ടിസ്റ്റുകളൊക്കെ കൂടുതൽ ഇവിടെ ഉള്ളത് കൊണ്ട് അതൊരു പ്രശ്നമാണ്. പണ്ട് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ, ചെറിയ കുട്ടിയെന്ന് വെച്ചാൽ എൻ്റെ ടീനേജ് എന്ന് വെച്ചോ, അപ്പം അന്ന് നമ്മളൊക്കെ ഈ ചെറിയ അനിയത്തി ക്യാരക്ടറോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഈ ഹീറോയിൻ വോയിസ് ചെയ്യുന്നവരോട് നമുക്ക് ഭയങ്കര ആരാധനയോ, ഇവരെങ്ങനെയാണ് ഇങ്ങനെ ചിരിക്കുന്നത്, എങ്ങനെ കരയുന്നത്, എങ്ങനെ ഭംഗിയായി ഡയലോഗ്, നമ്മളെ കൊണ്ടൊന്നും ഒരിക്കലും പറ്റില്ല. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് പഠിക്കാൻ വേണ്ടി അവരെടുത്ത് പോയി ഇങ്ങനെ മൈക്കിൻ്റെ അവിടെ നിന്ന് അപ്പോൾ അവർ നമ്മളെ ആട്ടി പുറത്താക്കും. ഈ കുട്ടിയുടെ അടുത്ത് ഇറങ്ങിപ്പോകാൻ പറയാം, എന്തൊരു ശല്യമാണ് ഇതിനെ കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് പുറത്താക്കും.
പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. കാരണം ഡബ്ബിങ് എന്താണെന്ന് അവർക്ക് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ ഡബ്ബിങ് എന്താണെന്ന് അറിയാം. ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് എനിക്ക് ഡബ്ബിങ് കുറച്ചു നേരം കാണണം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റുഡിയോ ഓണർ വേണ്ടാന്ന് പറയില്ല, ഒരു റെക്കോർഡിസ്റ്റും പറയില്ല. ഒരു പുതിയ ആൾ വരെയല്ലേ, ഇരുന്ന് കണ്ടോളൂ. ഞാൻ തന്നെ ഒരുപാട് പേര് എന്നോട് ഡബ്ബിങ് പഠിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ പറയും, നിങ്ങളൊരു കാര്യം ചെയ്യും, സ്റ്റുഡിയോയിൽ പോയിട്ട് കുറച്ച് നേരം ഡബ്ബിങ് ഇരുന്ന് കാണ്, എന്താണ് ഡബ്ബിങ് എന്ന് ആദ്യം മനസ്സിലാക്കുന്നത്. അപ്പം അതിനൊക്കെ ഇപ്പോൾ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. പണ്ടത്തെ മാതിരി വല്ലവരുടെയും പിന്നെ അവിടെ ചെന്ന് അവരുടെ ചീത്തയും കേട്ട് അവരുടെ വായന നോക്കി ഞാനൊക്കെ എന്തുമാത്രം ഇൻസൾട്ട് ചെയ്യപ്പെട്ടു. മനസ്സിലായി. അതെ അതെ അതെ.